ഭക്തിയുടെ നിറവിൽ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ നിറയും പുത്തരിയും ആഘോഷിച്ചു. ഇല്ലി, നെല്ല്, ആല്, മാവ്, പ്ലാവ് തുടങ്ങിയ ഇലകൾക്കൊപ്പം ഒരുക്കിയ കതിർക്കറ്റകൾ പുലർച്ചെ വ്യാഘ്രപാദത്തറയിൽ എത്തിച്ചു. വൈക്കം MLA ശ്രീ കെ ബിനിമോൻ വ്യാഘ്രപാദത്തറയിൽ കതിർക്കറ്റകൾ സമർപ്പിച്ചു. വൈക്കം ക്ഷേത്രം മേൽശാന്തി TD നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ആചാരപ്രകാരം നാളികേരമുടച്ച് വിശേഷാൽ പൂജകൾക്ക് ശേഷം മേൽശാന്തി നിറകതിർ വെള്ളി ഉരുളികളിലാക്കി ശിരസിലേറ്റി ഇടതുകൈയിലെടുത്ത മണികുലുക്കി അനുഷ്ഠാന വാദ്യമേളങ്ങളോടെ ക്ഷേത്രത്തിന് ഒരു വലം വച്ച് മണ്ഡപത്തിലേക്ക് എഴുന്നള്ളിച്ചു. ഇവിടെ ഇല്ലനിറ വല്ലനിറ മന്ത്രോച്ചാരണങ്ങളോടെ ഐശ്വര്യദേവതയെ സങ്കല്പിച്ച് വിശേഷാൽ പൂജകൾ നടത്തി. ചടങ്ങുകൾക്ക് മേൽശാന്തിമാരായ ശ്രീധരൻ നമ്പൂതിരി, അനൂപ് നമ്പൂതിരി, ജിഷ്ണു ദാമോദർ, ജീവേഷ് കേശവ്, ശ്രീരാജ് ശങ്കർ, കീഴ്ശാന്തിമാരായ ഏറാഞ്ചേരി ദേവനാരായണൻ, കൊളായി അർജുനൻ, തയ്യിൽ വൈശാഖ്, ഹരീന്ദ്രനാഥ് എന്നിവർ സഹകാർമ്മികരായി. പൂജിച്ച കതിരുകൾ വൈക്കത്തപ്പൻ്റെ ശ്രീകോവിലിലും ഉപദേവന്മാരുടെ ശ്രീകോവിലിലും സമർപ്പിച്ചു. പുന്നെല്ലുകൊണ്ടുള്ള നിവേദ്യവും നടന്നു. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ P. അയ്യപ്പൻ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കാർഷിക അഭിവൃദ്ധിക്കും കുടുംബ ഐശ്വര്യത്തിനുമാണ് നിറപുത്തരി ആഘോഷിക്കുന്നത്. കൊയ്ത്ത് കഴിഞ്ഞ് പത്തായങ്ങൾ നിറയ്ക്കുന്ന ചടങ്ങാണ് നിറപുത്തരി. ക്ഷേത്രത്തിൽ നിന്നും ഭക്തർക്ക് ലഭിക്കുന്ന നിറപുത്തരി മികച്ച വിളവിനും വീടുകളിലേക്ക് ഐശ്വര്യലക്ഷ്മിയുടെ സാന്നിധ്യം മൂലം വരും വർഷം ശ്രേയസ്കരമാകുമെന്നുമാണ് വിശ്വാസം. ഈ സങ്കല്പത്തിൽ ഭവനങ്ങളുടെ പൂമുഖത്ത് നിറപുത്തരി സമർപ്പിച്ചു. വൈക്കത്തപ്പൻ്റെ ഐശ്വര്യപൂർണമായ നിറപുത്തരിയാണ് ഇന്നിവിടെ നടക്കുന്നത്. വൈക്കത്തപ്പൻ്റെ അനുഗ്രഹം വൈക്കത്തെ മുഴുവൻ ഭക്തജനങ്ങൾക്കും ലഭിക്കുന്നതിന് വേണ്ടി ഇവിടെ വലിയ തിരക്കാണ് ഇന്നുണ്ടായിരുന്നത്. എനിക്കും വളരെ സന്തോഷത്തോടെ ബഹുമാനത്തോടെ അതിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞു. രാമായണ മാസം ആരംഭിച്ചിട്ട് രാമായണത്തിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സും ശരീരവും എല്ലാവരും ശുദ്ധമാക്കി ഐശ്വര്യപൂർണമായ ഒരു ആരംഭം കുറിച്ചിരിക്കുകയാണ്. ഒത്തിരി ദിവസം രാവിലെ നെൽക്കതിരുകൾ കൊണ്ടെത്തിക്കുകയും ബഹുമാനപ്പെട്ട MLA നെൽക്കതിൽ കൊണ്ടെത്തിച്ചിട്ടുള്ളതാണ്. കൂടാതെ ധാരാളം ഭക്തജനങ്ങൾ നെൽക്കതിൽ കൊണ്ടെത്തിച്ചിട്ടുള്ളതാണ്. നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ള നെൽക്കതിർ മേൽശാന്തി കീഴ്ശാന്തിമാരും വന്ന് ആനക്കൊട്ടിലിൽ വച്ച് പൂജ നടത്തി പ്രദക്ഷിണം വച്ച് ക്ഷേത്രത്തിനകത്തേക്ക് കൊണ്ടുപോയി ഭഗവാന് മണ്ഡപത്തിൽ വെച്ച് ബാക്കി പൂജാകാര്യങ്ങൾ ചെയ്യിച്ചിട്ടുള്ളത് ഭഗവാന് സമർപ്പിച്ച് ആ സമർപ്പിച്ച നെൽക്കതിർ പുറത്തേക്ക് ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ്. വിഷൻ ന്യൂസ്, വൈക്കം.